Okay, then next question. Explain the relationship between literature and textile. ലിറ്ററേച്ചറും ടെക്സ്റ്റൈലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ ഞാൻ റിലേഷൻഷിപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ലിറ്ററേച്ചറും ടെക്സ്റ്റൈലും തമ്മിലുള്ള ബന്ധം എന്താണ്? അവർ തമ്മിലുള്ള ബന്ധം എന്താണ്? നോക്കിക്കേ, ദ വേർഡ് ലിറ്ററേച്ചർ കംസ് ഫ്രം ദ ലാറ്റിൻ വേർഡ്. നമ്മൾ പറഞ്ഞു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അത് വന്നേക്കുന്നത്. മീനിങ് എന്താണ്? ലെറ്റേഴ്സ് എന്നുള്ളതാണ് കേട്ടോ. ദെൻ അപ്പോ ഇനി പറയുന്നത് ഈ ടെക്സ്റ്റൈൽ എന്ന് പറയുന്നത്, അതായത് ഇവിടെ നെയ്തെടുക്കുന്ന ഒരു ഉൽപ്പന്നവുമായിട്ടാണ് ഇതിനെ കമ്പയർ ചെയ്തിട്ടുള്ളത്. യെസ്, ടെക്സ്റ്റ്. അതായത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. അതായത് ഇങ്ങനെ നമ്മളിപ്പോ ഓരോ സാധനവും ഇങ്ങനെ നെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം കണക്റ്റഡ് ആണ് എന്നുള്ള ഒരു മീനിങ് ആ വരുന്നത് കേട്ടോ. എല്ലാം കണക്റ്റഡ് ആണ്. ഓരോ അക്ഷരങ്ങളും അതേപോലെ തന്നെ ഓരോ സെന്റൻസുകളും ചേർന്നാണ് ഓരോ കഥകൾ ഉണ്ടാവുന്നത്, ഓരോ പ്രോസുകൾ ഉണ്ടാവുന്നത്, ഓരോ പോയിട്രീസ് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് അവ തമ്മിലുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു ലിറ്ററേച്ചർ എന്താണ്? എല്ലാമായിട്ട് എന്താണ് ബന്ധമുണ്ട്. നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് എല്ലാം ആയിട്ടും കണക്റ്റഡ് ആണ്. എല്ലാതും എന്താണ് കണക്റ്റഡ് ആണെന്ന് തന്നെ പറയണം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ അതെങ്ങനെയാണ് കണക്ട് ആവപ്പെടുന്നത്. അപ്പൊ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓരോ കഥകളും ഓരോ വേർഡ്സും അക്ഷരങ്ങളും കൂടി ചേരുന്നതാണ് എന്ത്? യെസ്, നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? യെസ് ഷിഫാന നജീബ്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വന്ന ക്വസ്റ്റ്യൻ, ഡിഫൈൻ ടെക്സ്റ്റ് ടൈപ്പ് ആൻഡ് പ്രൊവൈഡ് ടു എക്സാമ്പിൾ എന്നാണ്. ടെക്സ്റ്റ് ടൈപ്പ് എന്താണെന്ന് ഇതൊക്കെ ടെക്സ്റ്റിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ഇതിന്റെ ഡെഫിനിഷൻസ് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ടേംസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്യരുത്, ഒരിക്കലും മിസ് ചെയ്യരുത്. ഇതൊക്കെ എന്ത് ചെയ്യണം നോക്കിക്കോ. ചിലപ്പോൾ 2 മാർക്കിന് 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. എന്താണ് ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്? Conventional written documents such as instruction, manual, sermons, obituaries, advertisement എന്നൊക്കെയാണ് പറഞ്ഞിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ എഴുതുന്ന എ കൈൻഡ് ഓഫ് റൈറ്റിംഗിനാണ് എന്ത് പറയുന്നത്? യെസ്, ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എപ്രകാരം യൂസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കാണിച്ചുകൊണ്ട് ഒരു ടെക്സ്റ്റ് അത് എപ്രകാരം ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഒരു ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് ഞാനൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ബുക്ക് എഴുതുകയാണെങ്കിൽ അതാണ് എന്ത്? ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പൊ നമുക്കറിയാം ഒരു പരസ്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. അത് പ്രകാരം നമ്മൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അട്രാക്ഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പല പരസ്യങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാം? ടെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വേഗം പറഞ്ഞേ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്കോഴ്സ്? എന്താണ് ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയോ? പഠിച്ചവരെന്ന് പറഞ്ഞേ എന്താണ് ഡിസ്കോഴ്സ് എന്നുള്ളത്. വേഗം പറഞ്ഞേ. പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവൂല്ലോ, എക്സാം ആണല്ലോ. വേഗം പറഞ്ഞേ പെട്ടെന്ന്. എന്താണ് ഡിസ്കോഴ്സ്? അതോ ഇങ്ങനെ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലാത്തവരുണ്ടോ? ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യാത്തവരുണ്ടോ? ഇതൊക്കെ ഏത് ഭാഗത്താ വരുന്നത് മിസ്സേ അങ്ങനെ തോന്നുന്നവരുണ്ടോ? പെട്ടെന്ന് പറയേ. യെസ്. എന്താ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്? ഒന്നുമില്ല, എഴുത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിലൂടെയോ പറയുന്ന ഒരു ആശയമാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് എഴുതുകയോ നമ്മൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അതിനെ ആണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ജെൻഡർ പൊളിറ്റിക്സ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതായത് ഡിസ്കോഴ്സ്. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനിപ്പോ ഒരു വർക്ക് എഴുതാന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ജെൻഡറിനെ കുറിച്ചാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്താണ് അതിലെ തീമായിട്ട് വന്നേക്കുന്നത് എന്താണ്? ജെൻഡർ ആണ്. ഓക്കെ, അപ്പൊ സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ച് ഇപ്പൊ ഞാനൊരു എന്താ പറയാ ജെൻഡറിനെ കുറിച്ച് എഴുതുമ്പോൾ ഞാൻ സ്ത്രീകളെ കുറിച്ച് അവരുടെ ആ ഒരു എന്താ പറയാ അവർക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളുടെ അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് അത്. ഓക്കെ, അതിന് പ്രതിപാദിക്കുന്നത് എന്താണ്? യെസ്, ജെൻഡർ ഡിസ്കോഴ്സ് ആണ് എന്നുള്ളത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അതാണ് എന്ത് പറയുന്നത്? ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ ആവാം. ഓക്കെ, സ്പീക്കിങ്ങിലൂടെയോ റൈറ്റിങ്ങിലൂടെയോ ആവാം അത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഡിസ്കോഴ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. യെസ്. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ കോർ tenets of Renaissance humanism and its impact on prevailing world view. ഓക്കെ, അപ്പൊ എന്താണ് റിനൈസൻസ് ആൻഡ് ഹ്യൂമനിസം? ആ ഒരു ഭാഗത്തിൽ നിന്നും ചോദ്യം ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓക്കെ, റിനൈസൻസ് എന്താണ്? ഹ്യൂമനിസം എന്താണ്? അപ്പൊ ഹ്യൂമനിസം, അപ്പൊ
നിങ്ങൾക്ക് പിന്നെ ഒന്നും അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ടേം എന്ത് ചെയ്യാം? നോട്ട് ചെയ്യാം. ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ കിട്ടി, ഹ്യൂമനുമായിട്ട് റിലേറ്റഡ് ആണ് ആ ഒരു ഇസം എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെ എന്ത് ചെയ്യണം? കണക്ട് ചെയ്തിട്ട് എന്ന് വെച്ചിട്ട് എല്ലാം കണക്ട് ചെയ്തിട്ട് ഒരേപോലെ തന്നെ ആവണം എന്നില്ല കേട്ടോ. അപ്പൊ ചില ടേംസ് ഒക്കെ അങ്ങനെയാണ്. അപ്പൊ റെനൈസൻസും ഹ്യൂമനിസവും എന്താണ്? ഓക്കെ, അല്ലെങ്കിൽ അത് ആ ഒരു ഏരിയ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. essay ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് വന്നതിന് ശേഷം അതിന്റെ ഇമ്പാക്ട്സ് എന്താണ്, അല്ലെങ്കിൽ അത് എന്തൊരു ഐഡിയ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഒരു ആശയം എന്ന് പറയുന്നത്. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും? റെനൈസൻസ് ഹ്യൂമനിസം പ്ലേസ്ഡ് മാൻ അറ്റ് സെന്റർ ഓഫ് യൂണിവേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഗോഡ്. അല്ലെ, നമ്മളൊക്കെ ഗോഡിനെ ആരാധിക്കുന്ന വ്യക്തികളാണ് അല്ലെ, ദൈവത്തെ കഴിഞ്ഞിട്ടുള്ളൂ നമുക്കെല്ലാം അല്ലെ. എല്ലാവരും കാര്യമല്ല കേട്ടോ, ഭൂരിഭാഗം അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പോ ഹ്യൂമനിസം വന്നു കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ റെനൈസൻസ് ഹ്യൂമനിസം എന്ന് പറയുമ്പോ എന്ത് ചെയ്തു? ഗോഡിനെ മാറ്റിയിട്ട് അവിടെ ആരെ റീപ്ലേസ് ചെയ്തു എന്നാ പറയുന്നത്? ഹ്യൂമൻസിനെ, മനുഷ്യന്മാരെന്ത് ചെയ്യാണ്? റീപ്ലേസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്താണ്? ഗോഡിന് അവിടെ പ്രാധാന്യം ഇല്ല. എല്ലാത്തിനും കാരണം ആരാണ്? യെസ്, നമ്മളെ വിധിക്ക് കാരണം, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പറയാറുണ്ടോ അതൊക്കെ വിധിയാണ്, ദൈവം അങ്ങനെ ആയിരിക്കും കരുതിയിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത്, ഹ്യൂമനിസം പറയുന്നത് എന്താണ്? യെസ്, നമ്മളുടെ സെന്റർ എന്ന് പറയുന്ന ആരാണ്? ഗോഡല്ല. യൂണിവേഴ്സൽ സെന്റർ എന്ന് പറയുന്നത് ഗോഡല്ല. ആർക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്? യെസ്, മനുഷ്യന്മാർക്കാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താ പറയുന്ന, മതവിശ്വാസങ്ങൾക്ക് അവിടെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്നുള്ളത്. അതായത് ഗോഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം മതവിശ്വാസത്തിന് എന്താണ് അവിടെ ഇമ്പോർട്ടൻസ് കുറയും. പകരം എന്തിനെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്? എന്തിനൊക്കെ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള? എന്തിനായിരിക്കും? യെസ്, റീസൺ, യുക്തിക്കൊക്കെയാണ്. യുക്തിക്കും അതേപോലെ തന്നെ എന്താ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കണം. ലോജിക് ആൻഡ് റീസൺ became more important than religion or faith എന്നുള്ള. റിലീജിയനും ഫെയ്ത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ലോജിക്കിനും റീസണും ആണ് ഹ്യൂമനിസം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. യെസ്, ക്ലിയർ ആണോ? Human potential through scholarship and learning, encouraging a spirit of inquiry and criticism. ഇവിടെ പറയുന്നുണ്ട്, അതായത് ഇത്രയും ഉദ്ദേശിച്ചാൽ മതി. ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആർക്കായിരുന്നില്ല? ഗോഡിനല്ലായിരുന്നു, മറിച്ച് ഹ്യൂമൻ ബീൻ ആയിരുന്നു. അതായത് നമ്മളുടെ ഒരു വിധി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓരോ കാര്യങ്ങളും എവിടെ ഉണ്ടാവുന്നത് എന്നുള്ളതാ. അല്ലാതെ നമ്മൾ ഗോഡിനെ പറയേണ്ട കാര്യമില്ല. ഓരോ ആക്ടിവിറ്റീസും ആരുടെയാണ്? യെസ്, ഹ്യൂമൻ ബീന്റെ ആക്ടിവിറ്റീസ്. അപ്പൊ നമ്മള് എല്ലാത്തിനും കാരണം ആരാണ്? യെസ്, അപ്പൊ യൂണിവേഴ്സൽ സെന്റർ എന്ന് പറയുന്ന ആരാണ്? സെന്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറയുന്ന ആരാണ്? യെസ്, നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. യെസ്, ഇനി ചോദിച്ച് കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റഫിസിക്കൽ പോയട്രി ആൻഡ് നെയിം വൺ പ്രൊമിനന്റ് പാർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ് വിത്ത് ആൻ എക്സാമ്പിൾ ഓഫ് ഹിസ് വർക്ക്. എന്താ പറയുന്നത്? മെറ്റഫിസിക്കൽ പോയട്രിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെറ്റഫിസിക്കൽ പോയട്രി കേട്ടിട്ടുണ്ടോ? കണ്ടിരിക്കില്ല. നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ ഏകദേശം ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മെറ്റഫിസിക്കൽ പോയറ്റ്സ്, മെറ്റഫിസിക്കൽ കൺസീറ്റ്സിനൊക്കെ. ഓക്കെ, അപ്പൊ മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് എന്താന്നാ പറയുന്നത്? characterized by its sharp and cerebral approach, often featuring a casual argumentative tone. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഈ പോയിന്റ്സ് ഒക്കെയാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിനകത്ത് വരേണ്ടത്. അല്ലാണ്ട് ഇപ്പൊ നമുക്കൊന്നും അറിയില്ല, നമ്മൾ കയ്യിൽ നിന്ന് എടുത്തെഴുതുന്ന സ്വഭാവമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. അപ്പൊ അത് ചെയ്യരുത്. കൃത്യമായിട്ട് ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ തന്നെ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാം, അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വളരെയധികം എന്താ പറയാ ബുദ്ധിപരമായിട്ടുള്ള പോയട്രികളായിരിക്കും അത്, അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയാ എലഗന്റ് ആയിട്ടുള്ള പോയട്രീസ് ആണെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞിട്ടുള്ള, അതായത് സാധാരണ നോർമൽ പോയട്രികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? യെസ്, നമ്മുടെ ഈ ഒരു മെറ്റഫിസിക്കൽ പോയട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞ കമ്പാരിസൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ്യത്യസ്ത തരത്തിലുള്ള സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കാണാനായിട്ട് പറ്റും. ഓക്കെ, അത് ശ്രദ്ധിച്ചു വെക്കാം കേട്ടോ. പിന്നെ എക്സാമ്പിൾസും കൂടെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ആൻസർ ആയി. ഒരു 5 മാർക്കിനൊക്കെയാ ചോദിച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എക്സാമ്പിളും കൂടെ, അതായത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യുക? എക്സാമ്പിളും കൂടെ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു മാർക്കിനുള്ളത് ആവും എന്നുള്ളതാ. ഓക്കെ, ദെൻ എക്സാമ്പിൾ ഏതൊക്കെയാ പറഞ്ഞിട്ടുള്ള? കാനോണൈസേഷൻ ആൻഡ് വാലിഡിക്ഷൻ ഫോർബിഡിംഗ് മോർണിംഗ് എന്ന് പറയുന്ന പോയിംസ് ഒക്കെ എന്ത് ചെയ്യണം? മെറ്റഫിസിക്കൽ പോയട്രിക് എക്സാമ്പിൾ. അപ്പൊ ഓരോ ജോണർ പഠിക്കുമ്പോഴും
ഓക്കെ, അതിന്റെ അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ജോണർ ആണെന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. പോംസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു മെറ്റഫിസിക്കൽ പോയട്രി ഉണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള പോയട്രീസ് ഉണ്ട്. അപ്പൊ അത് ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടൊരു ബോധം നിങ്ങൾക്ക് വേണം. ഓക്കെ, ഏതാണ് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? ഏതാണ് മനസ്സിലാവാത്തത്? ഓൾറെഡി എന്റെ കുട്ടികൾക്ക് ഞാനിത് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. ഏതാണ് വേണ്ടത്? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഡെഫിനിഷൻ ഓഫ് മെറ്റഫിസിക്കൽ പോയട്രിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? വളരെയധികം ബുദ്ധിപരമായിട്ടുള്ള ഒരു പോയട്രികളാണെന്നുള്ളതാണ് പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓരോ പോയിന്റ്സും കൊടുത്തിട്ടുണ്ട്. അതന്നെ എന്ത് ചെയ്യാ, പഠിച്ചു വെച്ചോളാം. എന്താണ്? ഇറ്റ്സ് ഷാർപ്പ് സെറിബ്രൽ അപ്രോച്ച് ഓഫൻ ഫ്യൂച്ചറിങ് കാഷ്വൽ ആർഗ്യുമെന്റേറ്റീവ് ടോൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത വസ്തുക്കൾ, അതായത് ആ പോയട്രിക്കകത്ത് നമുക്ക് കമ്പാരിസൺസ് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എല്ലാം തികഞ്ഞതായിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോയട്രി ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോ ജോൺ ഡണ്ണിന്റെ ഒക്കെ പോയട്രീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു, കാനണൈസേഷൻ, അതേപോലെ തന്നെ വാലിഡേഷൻ, ഫോർബിഡിംഗ് മോണി പറയപ്പെടുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും മറ്റു പോയിന്റ്സും ഈ ഒരു പോയിന്റ്സ് തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. അപ്പൊ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ത് ചെയ്യാം, യെസ്, ഡിഫറെന്റ് ഇമേജസ് ഒക്കെ ടൈപ്പ് ഓഫ് കമ്പാരിസൺ കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറയാം. അതേപോലെ തന്നെ വളരെയധികം യുണീക്ക് ആയിട്ടുള്ള പോയട്രീസ് ആയിരിക്കും അതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു പോയട്രി ആണെന്ന് ചുരുക്കത്തിൽ പറയാനായിട്ട് സാധിക്കും. എന്തെങ്കിലും വൈരുദ്ധ്യങ്ങൾ, വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് അത് എടുത്ത് കാണിക്കുന്നുള്ളതാ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ടോ? വേഗം പറഞ്ഞേ. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുള്ള ക്ഷീണത്തിലാണോ? പോരല്ലോ. കമന്റ്സും കാര്യങ്ങളും ഒന്നും ആർക്കൊരു ഡൗട്ടും ഇല്ല. അതെല്ലാം മനസ്സിലായതുകൊണ്ടാണോ വേറെ ആരും ഒന്നും ചോദിക്കാത്തത്? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പീരീഡ്സ്, ലിറ്ററേച്ചറിൽ അകത്ത് വരുന്ന വ്യത്യസ്ത തരത്തിലുള്ള പീരീഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ക്ലാസിസിസം, നിയോ ക്ലാസിസിസം ആൻഡ് റൊമാൻറ്റിസിസം, പോസ്റ്റ് മോഡേണിസം, അല്ലെ, മോഡേണിസം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓരോ പീരീഡ് ആയിക്കോട്ടെ. യെസ്, മനസ്സിലാവുന്നുണ്ട് മിസ്. എന്താ പറയാത്ത? ലൈക്ക് തരൂ. എന്തിനാണ് പിശിക്കുന്നത്? ഈ സാധനം അവിടെ കൊടുത്തേക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനല്ലേ. അപ്പൊ തന്നേ, ലൈക്ക് തന്നേ. മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറയാം, ഡിസ്ലൈക്കും തരാം. ഓക്കെ, പോരട്ടെ ഇങ്ങട്. ദെൻ നോക്കണം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിസിസം ആൻഡ് നിയോ ക്ലാസിസിസം. ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. ഓക്കെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിസിസം ആൻഡ് നിയോ ക്ലാസിക്കൽ ആർട്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ചെയ്യാം. കുറെയൊക്കെ നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പഠിക്കണം. ഓക്കെ, നമ്മളെല്ലാം ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല. കുറെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കണം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിസിസം ആൻഡ് നിയോ ക്ലാസിസിസം. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം അറിയോ? ആർക്കെങ്കിലും അറിയോ? ക്ലാസിസവും നിയോ ക്ലാസിസവും തമ്മിലുള്ള വ്യത്യാസം ആർക്കാ പറയാൻ പറ്റാ? നോക്കട്ടെ, വേഗം ഒന്ന് പറഞ്ഞേ. അതായത് ഗൂഗിൾ ചെയ്യരുത് കേട്ടോ, പഠിച്ച കാര്യങ്ങൾ. എക്സാം ആണല്ലോ, അപ്പൊ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞേ. ക്ലാസിസിസം refers to the literature, പറയൂ, an art of ancient Greece and Rome, while neoclassicism is the later imitation of the style. അപ്പൊ എന്താണ് ക്ലാസിസിസം എന്ന് പറയുന്നത്? നമുക്ക് പറയാൻ പറ്റും, ലിറ്ററേച്ചറിനകത്ത് വരുന്നതാണ്. എന്താ പറയുന്നേ? refers to literature and art of ancient Greek and Rome, while neoclassicism is the later imitation of the style എന്നുള്ളതാണ്. അപ്പൊ ക്ലാസിസം എന്ന് പറയുമ്പോൾ എന്താണ്? ആൻഷ്യന്റ് ഗ്രീക്ക് ആൻഡ് റോമിന്റെ ആർട്ടാണ്, അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലിറ്ററേച്ചർ ആണ്, ടെക്സ്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, then what about the neoclassicism, which is ദി ഇമിറ്റേഷൻ ഓഫ് ദിസ് സ്റ്റൈൽ എന്നുള്ളതാണ്. അതായത് നിയോ ക്ലാസിസം എന്ത് ചെയ്തു? ക്ലാസിക് ടെക്സ്റ്റുകളെ അല്ലെങ്കിൽ ക്ലാസിക് ലിറ്ററേച്ചർ ക്ലാസിക് ലിറ്ററേച്ചർ എന്ത് ചെയ്തു? ഇമിറ്റേറ്റ് ചെയ്തു. അപ്പൊ ക്ലാസിസം വന്നു ആദ്യം, ദെൻ അവരെന്താണ് കൊണ്ടുവന്നത്? അതായത് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീക്ക് ആൻഡ് റോം, ആൻഷ്യന്റ് കാലഘട്ടത്തിൽ ഗ്രീക്ക് ആൻഡ് റോമിന്റെ ആർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ നിയോ ക്ലാസിസം വന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ഇമിറ്റേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായത്. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. വെറും 2 മാർക്കിന്റെ ചോദ്യമാണ്, അത്ര എഴുതിയാൽ മതി. കൂടുതലായിട്ട് നമുക്ക് അറിയാമെന്ന് വിചാരിച്ചിട്ട് കൂടുതലായിട്ട് വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ ചോദിച്ചത്? ലൈവ്? യെസ്, ചാനലിൽ ഉണ്ടാവുമെന്നാണോ? യെസ്, ഉണ്ടാവും കേട്ടോ, ലൈവ് അതിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ 3 സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് നിയോ ക്ലാസിസം ഇൻ ലിറ്ററേച്ചർ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. ഇത് ഇമ്പോർട്ടന്റിന്റെ ചിഹ്നമാണ് കേട്ടോ. യെസ്,
അത് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് അത് ഇമ്പോർട്ടന്റ് ആണ്, അത് വരും, അങ്ങനെ തന്നെ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ നിയോ ക്ലാസിസത്തിന്റെ സൈലന്റ് ഫീച്ചേഴ്സ് ആണ് ചോദ്യം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ എഴുതും? നമുക്കൊന്നും അറിയില്ല, എഴുതാൻ ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്ങനെ ആലോചിക്കാം. അതായത് നിയോ ക്ലാസിസം എന്ന് പറയുന്നത് ക്ലാസിസത്തിന് ശേഷം വന്നതാണ്. അതായത് ഈ ആൻഷ്യന്റ് ഗ്രീക്ക് ഓഫ് റോമിന്റെ ആർട്ടിനെ, ലിറ്ററേച്ചറിനെ കോപ്പി ചെയ്തിട്ട് ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്ത് നിയോ ക്ലാസിസം. ഇത് ഏത് ഉറക്കതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം കേട്ടോ. യെസ്. അപ്പോ സൈലന്റ് ഫീച്ചർ ഓഫ് നിയോ ക്ലാസിസം ഇൻക്ലൂഡ് ദി ഇമിറ്റേഷൻ ഓഫ് ഗ്രീക്കോ റോമൻ ക്ലാസിക്സ് ആൻഡ് എംഫസൈസ് ഓൺ റീസൺ, ലോജിക് and the idealization of order, symmetry and harmony. Okay, ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, നോക്കണം എന്താ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. എന്താണ് ഇവര് കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ആയിരുന്നു ഗ്രീക്കോ റോമൻ ക്ലാസിക്സ്. ഗ്രീക്കോ റോമൻ ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ടെക്സ്റ്റുകളെയാണ്, അവരുടെ ആർട്ടിനെയാണ്, അവരുടെ ലിറ്ററേച്ചറിനെയാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ റീസൺ, അതുപോലെ തന്നെ ലോജിക്, ഇതിനൊക്കെ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിയോ ക്ലാസിസം കോപ്പി ആണെങ്കിൽ വാട്ട് ഇസ് ദ മേജർ ഡിഫറൻസ്? കോപ്പി ആണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ നമ്മൾ ക്ലാസിസം എന്ന് പറയുമ്പോൾ അതായത് ഓരോ ടൈം പീരീഡിന് ശേഷമാണ് ഓരോ ഇസംസും വരുന്നത് ഇവിടെ. അപ്പൊ ക്ലാസിസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ആൻഷ്യന്റ് ഗ്രീക്കോ ആൻഡ് റോമന്റെ ആ ഒരു ആർട്ടിനെയാണ് അവർ ഫോളോ ചെയ്തത്. അതായത് കൃത്യമായിട്ട് അതിന്റെ സ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നുള്ളതാ. കൃത്യമായിട്ട് അതിന്റെ ഫോം ആൻഡ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോ ഇവരെന്ന് പറയുന്ന ചില കാര്യങ്ങളിലൊക്കെ ഇവർക്ക് എന്താണ് എതിർപ്പുണ്ടെങ്കിൽ പോലും എന്താണ് അതേ കൈൻഡ് ഓഫ് ഇമിറ്റേഷൻ ഇവര് കൊണ്ടുവന്നു എന്നുള്ളത്. അത് ആ ഒരു ടെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയാനൊന്നുമില്ല, ഇതൊരു കോപ്പി ചെയ്തു, അത് തന്നെയാണ് മേജർ ആയിട്ടുള്ള ഡിഫറൻസ്. അതായത് വ്യത്യാസം എന്ന് പറയാനില്ല. ക്ലാസിസം അതാണെന്നുണ്ടെങ്കിൽ ഈ നിയോ ക്ലാസ് എന്ത് ചെയ്യുന്നു? അവരെ കോപ്പി ചെയ്യുന്നു. അത് തന്നെയാണ് മേജർ ആയിട്ട് ഡിഫറൻസ് നമുക്ക് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുണ്ടോ? പറഞ്ഞേ. ഇനി ഡൗട്ട് ഉണ്ടോ? യെസ്, ക്ലിയർ. അപ്പൊ ഈ പറയുന്നത് നോക്കി വെക്കാട്ടോ. ഇനി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതായത് 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ടാണ് ഇതിൽ തന്നെ ഒതുക്കിയത്. അത് വലിയ മാർക്കിനാണെങ്കിൽ നിങ്ങൾ അത് ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നുകൂടെ നോട്ട് ചെയ്ത് എഴുതി വെക്കുക. രണ്ടും എന്താണ്? ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ തന്നെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നിന്റെ ഒരു കോപ്പിയിങ് ആണെന്നുള്ളതാ. ഓക്കെ, അതായത് നിയോ ക്ലാസിസം ഏകദേശം വന്നിട്ടുള്ളത് 18th സെഞ്ചുറിയിലാണ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ക്ലാസിസം എന്ന് പറയുന്നത് കുറെ മുന്നേ തന്നെ വന്നിട്ടുള്ള ഒരു സംഭവമായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നിയോ ക്ലാസിസം വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഒരു ക്ലാസിസത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് നിയോ ക്ലാസിസം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ ക്ലാസിസം എന്ന് പറയുന്നത് ഡയറക്ട്ലി ബേസ്ഡ് ഓൺ ആൻഷ്യന്റ് ഗ്രീക്ക് അല്ലെങ്കിൽ ആൻഷ്യന്റ് ഗ്രീക്ക് ആൻഡ് റോം ആർട്ട് എന്നും പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിന്റെ ചോദ്യമാണ്, എത്രയൊക്കെ മതി. കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഗ്രാമർ ചോദിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് ഗ്രാമർ ഒന്നും പ്രത്യേകിച്ച് വരുന്നില്ല. തിയറി സെക്ഷൻസ് ആണ്. നമുക്കറിയാം ഫസ്റ്റ് 2-3 ബ്ലോക്കിനകത്തൊക്കെ എന്താണ് ഈ പറയപ്പെടുന്ന ടേംസും ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ നോക്കി പോവുക. ഗ്രാമർ എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പോം ആയിക്കോട്ടെ, ഫിക്ഷൻ ആയിക്കോട്ടെ, ഷോർട്ട് സ്റ്റോറി ആയിക്കോട്ടെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ എക്സാമിൽ എഴുതുന്ന സമയത്ത് ആ ഗ്രാമർ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക? അതായത് സെന്റൻസുകളാക്കി എഴുതാൻ തന്നെ ശ്രമിക്കുക. അതർവൈസ് നമുക്ക് എന്താണ് അത് വായിക്കുന്ന ആളുകൾക്കും ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഗ്രാമർ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കറക്റ്റ് ആക്കി എഴുതാനായിട്ട് തന്നെ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ ഒരു ചോദ്യം. ഇനി അഡീഷണൽ ആയിട്ട് പോയിട്ട് നമുക്ക് എഴുതാട്ടോ. എന്ത്? നമ്മുടെ ക്ലാസിസം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായ ബ്യൂട്ടി, ലോജിക്കിനൊക്കെയാണ്. അതേപോലെ തന്നെ നമ്മൾ നിയോ ക്ലാസിസം വന്നപ്പോൾ അവര് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? റീസൺ, ഓർഡർ, ലോജിക്കിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു. ഏകദേശം സെയിം തന്നെയാണെങ്കിൽ പോലും ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ടുണ്ട്. ഇനി ടെക്സ്റ്റ് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഓക്കെ,